ശരീരത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനതയെ തോൽപ്പിക്കാൻ പിശാചിന് സാധിക്കില്ല. അതുകൊണ്ട് അവൻ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് ആ മേഖലയിൽ ഇഷ്ടം പോലെ തിന്മകൾ വ്യാപിപ്പിക്കാനാണ്. ഈ കാലഘട്ടത്തില് ഇന്ന് ഇത് വ്യാപകമായി ദൈവജനത്തിനിടയിൽ വ്യാപരിക്കുന്ന ഒരു തിന്മയാണ്. നമുക്ക് ഈ കുത്തിയൊലിച്ച് കുലംകുത്തി ഒഴുകുന്ന ഈ തിന്മയുടെ മഹാപ്രവാഹത്തിന്റെ ആ പ്രളയത്തെ പ്രതിരോധിച്ച് നിർത്താൻ കഴിയുന്ന ഒരു ധാർമ്മിക ശക്തിയായി മാറാൻ കഴിയണമെങ്കിൽ നമുക്ക് വിശുദ്ധ ജീവിതങ്ങൾ കൂടുതൽ ഉണ്ടായാലേ പറ്റൂ. ഇല്ലെങ്കിൽ ആ പഞ്ചായത്തിലേക്ക് തിരിഞ്ഞുപോലും നോക്കാതിരിക്കുന്നതാണ് നല്ലത്. നശിപ്പിക്കപ്പെടുക എന്നതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു സാധ്യത ഇല്ല. ചെറിയ കുഞ്ഞു മുതൽ നമ്മൾ ഈ കാര്യം ഇനി ആഴത്തിൽ പഠിപ്പിക്കേണ്ടതുണ്ട്. വിശുദ്ധി പാലിക്കണം, വിശുദ്ധരുണ്ടാവണം, അശുദ്ധിയുടെ സകല മേഖലകളിൽ നിന്നും പുറത്തു കടക്കണം. നമുക്ക് എല്ലാ അർത്ഥത്തിലും വിശുദ്ധരായിട്ട് മാറണം. വിശുദ്ധി കൊണ്ടല്ലാതെ നമുക്ക് ഈ ശക്തിയെ ഇനി പ്രതിരോധിച്ച് നിർത്താൻ പറ്റില്ല. രണ്ട് കാര്യം: ഒന്ന്, നിങ്ങൾക്ക് ആശയത്തെ പ്രതിരോധിക്കാം, ജീവിതത്തെ പ്രതിരോധിക്കാൻ പറ്റില്ല. ഞാനൊരു ആശയം പറയുമ്പോൾ ഡാനിലച്ച എനിക്ക് ഡിബേറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് എന്റെ ആശയത്തെ നിങ്ങൾക്ക് പൊട്ടിക്കാം. പക്ഷേ എനിക്ക് നല്ല ഒരു മോറൽ ലൈഫ് ഉണ്ടെങ്കിൽ അതിനെ പൊട്ടിക്കാൻ ഒരു പിണ്ണാക്കിനും പറ്റത്തില്ല, ഒരു പിണ്ണാക്ക മടലും പറ്റില്ല, ആർക്കും പറ്റില്ല. ലൈഫിനെ പ്രതിരോധിക്കാൻ ഒരുത്തരും പറ്റില്ല. അതാ ഈശോ പിലാത്തോസിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്ക് എന്നിൽ കുറ്റം ആരോപിക്കും?